ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നോൺ വെജ് അച്ചാറാണ്. ബീഫ് അച്ചാറാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. 3-4 മാസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്ന ഈ അച്ചാർ നോൺ വെജിറ്റേറിയൻസിന് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഞാനിവിടെ 2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൊഴുപ്പും എല്ലും കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്ത് വെള്ളം മുഴുവൻ വാർന്നു പോകാനായി ഒരു അരിപ്പയിൽ വയ്ക്കണം. ബീഫിന് പുറമെ ആവശ്യമുള്ള സാധനങ്ങൾ കുനുകുനെ അരിഞ്ഞെടുത്ത 250 ഗ്രാം വീതം വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ്. ഇതിനു പുറമെ വേണ്ടത് 1 സ്പൂൺ ഉലുവാപ്പൊടി, 3 സ്പൂൺ കുരുമുളക് പൊടി, 5-6 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും. വെള്ളം പൂർണ്ണമായി വാർന്നു കഴിഞ്ഞ ബീഫ് ഒരു കുക്കറിലിട്ട് അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 5-6 മുറിച്ചെടുത്ത കറിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ബീഫ് കഷ്ണത്തിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ 1 സ്പൂൺ ഉപ്പിടുന്നത്. അച്ചാറിന് എപ്പോഴും ഉപ്പ് മുന്നിൽ നിൽക്കണം. അതുകൊണ്ട് കുക്കിങ്ങിൻ്റെ അവസാന ഘട്ടത്തിൽ ഉപ്പ് നോക്കി ആവശ്യത്തിന് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നത് വരെ വേവിക്കണം. വളരെ മൂത്ത ബീഫാണെങ്കിൽ അതിനനുസരിച്ച് 6-7 വിസിൽ വരുന്നത് വരെ വേവിക്കണം. 4 വിസിൽ വന്നു കഴിഞ്ഞു. ബീഫ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ വെള്ളം പൂർണ്ണമായും വറ്റിയിട്ടില്ല. അതുകൊണ്ട് തുറന്നു വെച്ച് വെള്ളം വറ്റുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കണം. ഇപ്പോൾ വെള്ളം പൂർണ്ണമായി വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ബീഫ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടികട്ടിയുള്ള ഒരു കടായിയിൽ 1/2 ലിറ്റർ നല്ലെണ്ണ ഒഴിച്ച് വേവിച്ചെടുത്ത ബീഫ് വറുത്തെടുക്കണം. അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത്. നല്ലെണ്ണയാകുമ്പോൾ കൂടുതൽ കാലം അച്ചാർ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. ബീഫ് വല്ലാതെ മൊരിഞ്ഞു പോകാൻ പാടില്ല. പുറംവശം മൊരിഞ്ഞിരിക്കണം. എന്നാൽ ഉൾവശം സോഫ്റ്റായി തന്നെ ഇരിക്കുന്ന പരുവത്തിൽ ബീഫ് കോരി മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. അധികം മൊരിഞ്ഞു പോയാൽ ബീഫ് വളരെ ഹാർഡായിരിക്കും. അത് അച്ചാറിൻ്റെ രുചി കുറയ്ക്കാൻ കാരണമാകും. അച്ചാറിനുള്ള ബീഫിൻ്റെ ഉൾവശം സോഫ്റ്റ് ആയിരിക്കുമ്പോഴാണ് നന്നായിരിക്കുക. അതുകൊണ്ട് ബീഫ് അധികം മൊരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബീഫ് വറുത്തെടുത്ത എണ്ണ അച്ചാറിലേക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് വറുത്തെടുത്ത ബീഫ് ഒരു അരിപ്പയിലിട്ട് എണ്ണ വാർത്തതിന് ശേഷം വേണം എടുക്കാൻ. പാനിൽ ബാക്കി വന്ന എണ്ണയിൽ കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്തു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചെടുക്കണം. വല്ലാതെ കറുത്തു പോകുന്ന രീതിയിൽ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളിയും ഇഞ്ചിയും മറ്റും ഗോൾഡൻ കളറാവുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കണം. ഇനി ഇതിലേക്ക് 3 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം. സ്റ്റൗ ഓൺ ചെയ്ത് ഇതിലേക്ക് വറുത്തെടുത്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് 3 സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം. അവസാനമായി 1 സ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനു പുറമെ ഞാൻ ഇതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. ഗരം മസാല ഓപ്ഷണലാണ്. നോൺ വെജ് അച്ചാറായതുകൊണ്ട് ഗരം മസാല ചേർക്കുന്നത് നന്നായിരിക്കും. പക്ഷേ ചിലർക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. വിനാഗിരിയുടെ ടേസ്റ്റ് മാറ്റാനായി ഞാൻ 2 നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് കൂടി നന്നായി ഇളക്കി കൊടുക്കണം. സ്വാദിഷ്ടമായ നമ്മുടെ ബീഫ് അച്ചാർ തയ്യാറായി കഴിഞ്ഞു. ഉണ്ടാക്കിയ അന്ന് തന്നെ ഉപയോഗിക്കാമെങ്കിലും 2 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോഴാണ് അച്ചാറിന് നല്ല ടേസ്റ്റ് കിട്ടുക. 2 ദിവസം അച്ചാർ പുറത്തു വെച്ചതിന് ശേഷം കുപ്പിയിലിട്ട് ഫ്രിഡ്ജിൽ 3-4 മാസത്തോളം സൂക്ഷിക്കാവുന്നതാണ്. നോൺ വെജിറ്റേറിയൻസിന് ഏറെ ഇഷ്ടപ്പെടുന്ന ഈ വിഭവം നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം.